Yeah, good afternoon, ma'am. Good afternoon, ma'am. Good afternoon. പറഞ്ഞ സാധനം കാണണ്ടായില്ലേ? ഇതില് വരുന്നില്ല, പോയി. ഒരു സാധനം നിക്കണം, എന്നാലേ അവല് പറയുന്നത് ഞാൻ പറയുന്ന പോലെ കേൾക്കൂ. ചില നേരം അത് കിട്ടൂല. പോണെന്റെ അകത്തെങ്കിലും അറിയാ. പിടിക്കാണോ? Good afternoon. PDF എല്ലാവർക്കും കാണാലോ? Okay. Yes, chapter 12 operation theaters ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പോളിസി ടു എൻ്റർ ഇൻ ആൻ OT. അവിടെ മുതലല്ലേ എടുക്കേണ്ടത്? ഓക്കെ. യെസ്. PDF കാണുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. യെസ്. അപ്പൊ ഒരു OT-യിലേക്ക് നമുക്ക് കയറേണ്ട കുറച്ച്
പോളിസീസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് സ്റ്റാഫുകളുടെ പ്രധാനമായിട്ടുള്ളതാണ്. അതായത് OT-യിൽ പിന്തുടരേണ്ട കുറച്ച് പോളിസീസുകളാണ് നമ്മളിൽ നോക്കുന്നത്. State the aim of your visit to OR personnel and show your ID. Then artificial nails extenders and chip nail polish protect more microorganisms than hands and can possibly taint the sterile area, so avoid it. Remove all jewelry, put on surgical clothes, cover shoes as per agency policy, then perform a surgical hand scrub as per agency policy, then accept stenots, absence of diseases. Okay, നമുക്ക് നോക്കാം. OT-യിൽ കെയർ ചെയ്യേണ്ട കുറച്ച് പോളിസീസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ OT-യിൽ വിസിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ഷോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്താണ് ആദ്യം കാണിക്കേണ്ടത്? State the aim of your visit to our personnel and show your ID. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് കാണിച്ചിരിക്കണം OT-യിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട്? നമ്മളുടെ ഉദ്ദേശം എന്താണ്, വിസിറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതോടൊപ്പം തന്നെ നമ്മുടെ ID കാണിച്ചാൽ മാത്രം, അതായത് OT-യിലുള്ള ID കാണിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു OR personnel and show your ID. Okay, then artificial nails extenders and chip nail polish protect more microorganisms than hands can and possibly taint the sterile area, so avoid it. Okay, ഇവിടെ നമ്മൾ തിയേറ്റേഴ്സിനകത്ത് കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽസുകൾ അല്ലെങ്കിൽ എക്സ്റ്റെൻഡേഴ്സ്, ചിപ്ഡ് നെയിൽ പോളിഷ് ഇതൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നെയിൽ പോളിഷസ് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? നഴ്സുമാരുടെ കയ്യിലൊക്കെ അതൊക്കെ, പ്രത്യേകിച്ച് OT-യിലുള്ള. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്? അതായത് ഈ ആർട്ടിഫിഷ്യൽ നെയിൽസുകളോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡേഴ്സിലോ ചിപ്ഡ് നെയിൽ പോളിഷിലൊക്കെ എന്തുണ്ടായിരിക്കും? ഇതിടുന്നതിനകത്ത് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന് ഇത് പ്രൊട്ടക്ട് ചെയ്യാനും കാരണം. മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അറിയാൻ എന്തൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗി തുടങ്ങിയ മൈക്രോ ഓർഗാനിസം, ഇത്തരം സൂക്ഷ്മജീവികൾ ഇത്തരം നമ്മള് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റെറൈൽ ആയിട്ടൊരു ഏരിയനെ മലിനമാക്കാനായിട്ട് ഇതൊരു ചെറിയ കാരണമായിട്ട്. ഓക്കെ, അതിനാൽ തന്നെ നമ്മൾ ഒരിക്കലും എന്താണ് OT-യുടെ അകത്ത് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡേഴ്സുകളോ ചിപ്പ് നെയിൽ പോളിഷുകളോ ഒന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് അവോയ്ഡ് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം എന്താണ്? അത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാകും? അതിന് മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസുകളും നെയിൽ പോളിഷസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ സെക്കൻഡ് പോയിന്റ്? Okay, then remove all jewelry. ആഭരണങ്ങളൊന്നും തന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നല്ലതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. Okay, yes. Then put on surgical cloths, top and bottom. Surgical clothes must be worn only the surgical area. നിർബന്ധമായിട്ടും OT-യുടെ അകത്ത് എന്ത് ധരിച്ചിട്ടുണ്ടായിരിക്കണം? ബോട്ടം ടോപ്പ്, മുകളിലും താഴെയുമായിട്ട് നമ്മൾ സർജിക്കൽ ക്ലോത്ത്സ് ഉപയോഗിക്കുക അല്ലെ. നിർബന്ധമായിട്ടും സർജിക്കൽ ക്ലോത്ത്സ് ഉപയോഗിക്കുക. സർജറി ഏരിയാസിൽ ഉപയോഗിക്കുന്ന ആ ഒരു ക്ലോത്ത്സുകൾ നമ്മൾ അവിടെ മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതായത് ശാസ്ത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് നമ്മൾ മറ്റെവിടെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അത് ഓൺലി സർജിക്കൽ ഏരിയാസിൽ മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, യെസ്. Then next one, cover shoes as per agency policy. Also to cover head, caps are used. Surgical mask also as per policy. Okay. ഇനി എന്താ പറയുന്നത്? Cover shoes as per agency policy. എന്താ പറയുന്നത്? അവിടെ ഏജൻസി പറയുന്ന പ്രകാരം നമ്മുടെ ഷൂസ് ഒക്കെ എന്താണ്, അത് കവർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെഡ്, നിങ്ങൾ തിയേറ്റേഴ്സിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഹെഡൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ക്യാപ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, സർജിക്കൽ മാസ്ക്, ഇതെല്ലാം തന്നെ ആ പോളിസി പ്രകാരം എങ്ങനെയാണോ പറയുന്നത് അതിന് പ്രകാരം തന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഇതെല്ലാം തന്നെ കവർ ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, cover shoe as per agency policy. Also to cover head, caps are used, and then surgical mask also as per policy. Okay, മനസ്സിലായ പോയിന്റ്? Yes. Next one,
Perform a surgical hand scrub as per agency policy. Surgical hand scrubs reduce bacterial count on hands before applying sterile gloves. Okay. Perform surgical hand scrub. നമ്മൾ നിർബന്ധമായിട്ടും OPയുടെ അകത്ത് എന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം? ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിക്കുന്നത്? ബാക്ടീരിയൽ കൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ബാക്ടീരിയ കൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് സ്ക്രബുകൾ യൂസ് ചെയ്യുന്നത്. സ്റ്റെറൈൽ ഗ്ലൗസുകൾ ഇടുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഒരു സർജിക്കൽ ഹാൻഡ് സ്ക്രബ് ഉപയോഗിച്ചുകൊണ്ട് കൈകൾ നല്ല രീതിയിൽ ശുചിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം സ്റ്റെറൈൽ ഗ്ലൗസുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ സ്ക്രബ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയൽ കൗണ്ട്സ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർജിക്കൽ ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിക്കുന്നത്. സ്ക്രബ് അറിയാലോ? ഓക്കെ, അറിയാത്തവരാരുമില്ലല്ലോ. ക്ലിയർ? പോയിന്റ് മനസ്സിലായോ? Yes. Asepsis denotes absence of diseases causing microorganisms. Aseptic techniques is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. Okay, ഇവിടെ asepsis എന്ന് പറയുന്നത് എന്താണ്? Asepsis denotes absence of diseases causing microorganisms. അപ്പോൾ വേണ്ടി അണ്ടർലൈൻ ചെയ്തേ. സെപ്സിസ് എന്ന് പറയുന്നത് എന്താണ്? സെപ്സിസ് ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. സെപ്സിസ് ടെക്നിക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറൈൽ ടെക്നിക് ആണ് അല്ലെ. അതായത് is a method used to cover contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. നമ്മൾ ഓപ്പറേറ്റിംഗ് റൂംസിനകത്ത് ജേം ഫ്രീ ആയിട്ടൊരു എൻവയോൺമെന്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്? അസെപ്റ്റിക് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അസെപ്റ്റിക് ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, അതായത് ഏതൊക്കെ ടെക്നിക്സ് ആയിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത്? ഇൻഫെക്ഷൻ ക്ലാഡ് ഏജൻസിനെ കളയാനായിട്ട്, അതിനെ നീക്കം ചെയ്യാൻ എത്തരത്തിലുള്ള ടെക്നിക്സുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കും? ഇങ്ങനെയുള്ള ടെക്നിക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സ്റ്റെറൈൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്? ജേം ഫ്രീ ആക്കാൻ പറ്റുന്ന ടെക്നിക്സുകൾ എന്തൊക്കെയാണ് തിയേറ്റേഴ്സിനകത്ത്? എന്തൊക്കെയാണ്? ഹാൻഡ് സ്ക്രബ് ആണ്. അതോടൊപ്പം തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്? സാനിറ്റൈസേഴ്സ്, സ്റ്റെറൈൽ ഗ്ലൗസുകൾ, പിന്നെ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് നിലനിർത്താൻ സാധിക്കും? ഒരു ഇൻഫെക്ഷ്യസ് ഏജൻസിനെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ സെപ്സിക് എന്ന് പറയുന്നത് എന്താണ്? ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് കോസസ് ഓഫ് മൈക്രോ ഓർഗാനിസം. അതായത് സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടൊരു അവസ്ഥയെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. അത്തരം ടെക്നിക്സ് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? സെപ്റ്റിക് ടെക്നിക്സ് എന്ന മെത്തേഡ് എന്താണ്? കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏജൻസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്റ്റിക് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ ഒരു അണുവിമുക്തമായിട്ടുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. പഠിച്ച എന്താണ്? പോളിസി ടു എൻറ്ററിങ് ആൻഡ് ഓട്ടേം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മെയിൻ പോളിസീസിൽ വരുന്നത്? നമ്മൾ നിർബന്ധമായിട്ടും OTയിൽ പറ്റായിരുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ സന്ദർശിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിർബന്ധമായിട്ടും ഒരു ID അല്ലെ, OTയുടെ ID നിർബന്ധമായി കാണിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഇനി അതേപോലെ തന്നെ എന്താണ്? ആർട്ടിഫിഷ്യൽ നെയിൽസുകളോ എക്സ്റ്റൻഡേഴ്സുകളോ മറ്റ് നെയിൽ പോളിഷുകളോ ഒന്നും തന്നെ അവിടെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. കാരണം എന്താണ്? അതില് നിരവധി രീതിയിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? സ്റ്റെറൈൽ ഏരിയനെ അത് മലിനമാക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ആഭരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. സർജിക്കൽ ക്ലോത്ത്സുകൾ നിർബന്ധമായിട്ട് ധരിക്കണം. ടോപ്പ് ടു ബോട്ടം നമ്മൾ സർജിക്കൽ ബോട്ടംസ് ധരിച്ചിരിക്കണം. സർജിക്കൽ ക്ലോത്ത്സ് എവിടെയായിരിക്കണം നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടത്? സർജിക്കൽ ഏരിയാസിൽ മാത്രമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഏജൻസി പോളിസി പ്രകാരം എന്താണ്? ഷൂസും അല്ലെങ്കിൽ നമ്മുടെ ഹെഡൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്യുക. പിന്നെ അതോടൊപ്പം സർജിക്കൽ മാസ്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ഇനി സർജിക്കൽ ഹാൻഡ് സ്ക്രബുകൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അതായത്
ഒരു സ്റ്റിറോയിഡ് ഗ്ലൗസ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഹാൻഡ് സ്ക്രബ് ഉപയോഗിച്ചുകൊണ്ട് ബാക്ടീരിയ റെഡ്യൂസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും സ്റ്റിറോയിഡ് ഗ്ലൗസുകൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി സെപ്സിസ് എന്ന ടെക്നിക്സ് ആണ് നമ്മളിവിടെ തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്. സെപ്സിസ് എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, സെപ്റ്റിക് ടെക്നിക് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഏജൻസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നതും അതോടൊപ്പം തന്നെ എന്താണ് ജേം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നതും സെപ്റ്റിക് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? ഇത് പോളിസി ടു എൻ്റർ ഇൻ അനോട്ടി. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. വായിച്ചു നോക്കാമോ മുഴുവനായി? Okay, clear? Okay. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. എന്താണ് നമ്മൾ ഏത് ശാസ്ത്രക്രിയയാണ്, ഏത് സർജറി ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഓരോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന ടൂൾസും കാര്യങ്ങളും അടക്കം എന്താണ് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അത് ഓരോ സർജറിയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്താ പറയുന്നത്, ഓപ്പറേറ്റിംഗ് ടേബിൾ ഈസ് ദ സെന്റർ ഓഫ് ദ റൂം, ഷുഡ് ബി ഏബിൾ ടു റൈസ് ലോവർ ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് ടേബിള്. ഒരു ഓപ്പറേഷൻ റൂമിന്റെ ടേബിൾ, അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ടേബിൾ എവിടെയായിരിക്കും കിടക്കുന്നത്? സെന്ററിലായിരിക്കും. ആ റൂമിന്റെ സെന്ററിലായിരിക്കും ഉള്ളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമുക്കിത് എങ്ങനെ വേണമെങ്കിലും പൊസിഷനിങ് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഏത് ഡയറക്ഷൻസിലേക്കും ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന രീതിയിലായിരിക്കും ഉള്ളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ എന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ്, അതായത് ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടേബിൾ ആണ്. അത് ആ റൂമിന്റെ സെന്ററിലായിരിക്കും ഉള്ളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് നമുക്ക് എന്താണ്, ഏബിൾ ടു റൈസ് ലോവർ ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻസ്, ഏത് ഡയറക്ഷൻസിലേക്ക് തിരിക്കാനും ഉയർത്താനൊക്കെ നമുക്ക് ഈസി ആയിട്ട് അത് സഹായിക്കും. ഓക്കെ, യെസ്. Then the operating room lamps allow for brilliant illumination without a shadow in the case of surgery. Second point നോക്കൂ, the operating room lamp allow for brilliant illumination without shadows in the case of surgery. നമുക്കറിയാം തിയേറ്റേഴ്സിനകത്ത് എപ്പോഴും ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റനിങ് സംവിധാനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് അത് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ അവിടെ പ്രദാനം ചെയ്യുന്നത്? സർജറിയുടെ സമയത്ത് അല്ലെ, ഷാഡോസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി. അതായത് ഡോക്ടേഴ്സ് സർജറി ചെയ്യുന്ന സമയത്ത് ഷാഡോസ് അല്ലെ, നിഴൽ ഉണ്ടാവാൻ പാടുള്ളതല്ല, അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻ സംവിധാനങ്ങള് തിയേറ്റേഴ്സിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഷാഡോസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻ കൊടുത്തിരിക്കുന്നത്, ലൈറ്റിനിങ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. Then third point എന്താണ്, patient will be linked to different monitors that keep track of vital signs. These consist of your heart rate, and blood pressure. Okay, നമുക്കറിയാം ഓൾറെഡി പേഷ്യൻസ് എന്തായാലും പേഷ്യന്റ് മോണിറ്റേഴ്സുമായിട്ട് അല്ലെ ലിങ്ക്ഡ് ആയിരിക്കുള്ളൂ. ഡിഫറെന്റ് ആയിട്ടുള്ള മോണിറ്റേഴ്സുമായിട്ട്, അതായത് പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസുകൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ സർജറി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ഓരോ മോണിറ്റേഴ്സ് ആയിട്ട് പേഷ്യൻസിനെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ വൈറ്റൽ സയൻസ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് നോക്കാൻ പറ്റുന്നത്? ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, സാച്ചുറേഷൻ അല്ലെ, ടെമ്പറേച്ചർ മുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മോണിറ്റേഴ്സ് ഉപയോഗിച്ചും ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കാണിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ആ മോണിറ്ററിൽ നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ BP ആണെങ്കിൽ BP കൂടുന്നത് കുറയുന്നതൊക്കെ നമുക്ക് എന്താണ് ആ മോണിറ്ററിൽ നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, പെട്ടെന്ന് തന്നെ എന്താണ് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനും കൂടിയിട്ടാണ് നമ്മൾ അത്തരത്തിലെ പേഷ്യൻസിന് ഡിഫറെന്റ് ആയിട്ടുള്ള മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ല ഓരോ ടേബിളിന് മുകളിലായിട്ട് തന്നെ ഒരു പേഷ്യന്റ് കിടക്കുന്നതിന് തൊട്ട് മുകളിലുള്ള സൈഡിലായിട്ട് മോണിറ്റേഴ്സ് ഉണ്ടായിരിക്കും, പല പല സയൻസുകൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ? Then a ventilator or breathing machine stand close to the head of the operating table. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. Okay. ഇനി എപ്പോഴും നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്താണ് ഓപ്പറേഷൻ ടേബിളിന് തൊട്ടടുത്ത് തന്നെ എന്തിന്റെ സൗകര്യം ഉണ്ടായിരിക്കണം? എന്ത് സൗകര്യമാണ് ഉണ്ടായിരിക്കേണ്ടത്? A ventilator or breathing machine stand close to the head of the operating table. Operation table തൊട്ട് മുകളിലായിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ എന്തായിരിക്കണം? വെന്റിലേറ്റർ ബ്രീത്തിങ് മെഷീൻസ് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ജനറൽ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമുക്ക് മേജർ സർജറി ഒക്കെ ചെയ്യുമ്പോഴാണ് അല്ലെ, അത്തരം സിറ്റുവേഷൻസിൽ, അതായത് കാർഡിയാക് സർജറി പോലുള്ള സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇത്തരം പേഷ്യൻസിന് സ്വതന്ത്രമായിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് വെന്റിലേറ്ററും ബ്രീത്തിങ് മെഷീൻസ് ഒക്കെ നമ്മൾ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന എന്തിനാണ്? അത്തരം സിറ്റുവേഷൻസിൽ പേഷ്യന്റിന്റെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ മെഷീൻസ് ആയിരിക്കും ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്, അതായത് വലിയ വലിയ സർജറീസിലാണ് നമ്മുടെ കാർഡിയാക് സർജറി അല്ലെങ്കിൽ ബ്രെയിൻ സർജറി ഒക്കെ നടക്കുന്ന സമയത്താണ് അത്തരത്തിൽ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്, ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ അത്തരം പേഷ്യൻസിന് എന്താണ് സ്വതന്ത്രമായിട്ട് ബ്രീത്ത് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേറ്റേഴ്സ് എല്ലാം തന്നെ എന്താണ് തൊട്ടടുത്തേക്ക് വെച്ചിരിക്കുന്നത്, ടേബിളിന് തൊട്ടടുത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ പോയിന്റ്? Yes. Then germ-free instruments to be used during surgery. സർജറിക്ക് സമയത്ത് എങ്ങനെയുള്ള ഉപകരണങ്ങളാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്? germ-free ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലെ, അണുവിമുക്തമായിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മൾ സർജറിക്കായിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, then a diathermy machine to control bleeding usually is present. Okay, അപ്പൊ ഈ ഒരു സമയത്ത് ഓരോ സർജറിയിലും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബ്ലീഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. യെസ്, അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സർജറി സമയത്ത് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് എന്ത്? ഡയാതെർമി മെഷീൻ. ടിക്ക് ചെയ്യാട്ടോ. യെസ്, എന്തിനു വേണ്ടിയാണ് ഡയാതെർമി മെഷീൻ ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ ബ്ലീഡിങ്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഡയാതെർമി മെഷീൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയ ഡിവൈസ് ആണ്, നമ്മുടെ ഒരു പേനയുടെ ഒക്കെ ആകൃതിയിലാണ് അതിരിക്കുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാൻ ടിക്ക് ചെയ്യാം കേട്ടോ. Then, if the surgery requires it, a heart lung machine or other specialized tool may be brought into the room. ഇനി ഓരോ സർജറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ സർജറിയും ആവശ്യമായിട്ട്, അതായത് ഒരു സർജറി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ടേബിളിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സെറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്താ? ഹാർട്ട് ലങ് മെഷീൻസും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസുകളും. എന്താണ് ഹാർട്ട് ലങ് മെഷീൻസ് എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ കാർഡിയാക് സർജറി ഒക്കെ നടക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് എന്താണ് ഈ പേഷ്യൻസിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഹാർട്ട് ലങ് മെഷീൻസ് ആയിരിക്കുള്ളൂ അല്ലെ. കാർഡിയാക് സർജറി പോലുള്ള സർജറി ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് പേഷ്യൻസിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത് ഹാർട്ട് ലങ് മെഷീൻസ് ആയിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് പോർട്ടബിൾ ആയിട്ട് എക്സ്റേസുകള്, മറ്റ് സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ECG തുടങ്ങിയ മറ്റ് സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ നമ്മൾ ആ ഒരു സർജറിയുടെ സമയത്ത് ടേബിളിനകത്തും റൂംസിനകത്തും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ,
Then the operating room will likely to be called to reduce bacterial കേട്ടോ. നമ്മൾ ആദ്യമേ പഠിച്ചതാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് നമ്മൾ ഓൾറെഡി കൂൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് നിലനിർത്തുന്നത്. കാരണം എന്താണ്? ബാക്ടീരിയൽ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്റേഴ്സിനകത്ത് എപ്പോഴും ഒരു തണുത്ത താപനില അല്ലെങ്കിൽ കൂൾ ടെമ്പറേച്ചർ നിലനിർത്തുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. അത് ഓരോ സർജറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഓരോ റൂംസിൽ ഓപ്പറേറ്റിംഗ് ടേബിളിൽ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, നമുക്കറിയാം ഓൾറെഡി ഒരു ടേബിൾ, ഓപ്പറേഷൻ റൂംസിനകത്തുള്ള ടേബിൾ എപ്പോഴും സെന്ററിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് ഏത് ഡയറക്ഷൻസിലേക്കും പൊസിഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തുള്ള ലൈറ്റിനിങ് സംവിധാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻസ് ആണ്. അതായത് ഷാഡോസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സർജറി ചെയ്യുന്ന സമയത്ത് ഷാഡോസ് ഒന്നും വരാതിരിക്കാനുള്ള രീതിയിലാണ് നമ്മുടെ ലൈറ്റിനിങ് സംവിധാനങ്ങളിൽ ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ പേഷ്യൻസ് നിർബന്ധമായിട്ട് എന്താണ് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള മോണിറ്റേഴ്സിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അവരുടെ വൈറ്റൽ സയൻസുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പേഷ്യൻസ് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് ബ്രീത്തിങ് ഓപ്പറേഷൻ ടൈമിൽ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സിറ്റുവേഷൻസിൽ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അത്തരം സാഹചര്യത്തിൽ എന്താണ് ഈ ഓപ്പറേഷൻ ടേബിളിന് തൊട്ടടുത്ത് തന്നെയായിട്ട് വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസുകളും വളരെ ജേം ഫ്രീ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയാതെർമി മെഷീൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് കാർഡിയാക് പോലുള്ള സർജറിക്ക് നടത്തുന്ന സമയത്ത് ഹാർട്ടിന്റെ ലങ്സിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ട് ലങ് മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റു ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല എന്താണ് ഓപ്പറേറ്റിംഗ് റൂം വിൽ ലൈക്ലി ടു ബി കോൾഡ് ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. എപ്പോഴും ഒരു തണുത്ത ടെമ്പറേച്ചർ ആണ് നമ്മളിവിടെ നിലനിർത്തുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ബാക്ടീരിയൽ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂൾ ടെമ്പറേച്ചർ തിയേറ്റേഴ്സിനകത്ത് നിലനിർത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോണിക് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 4 സോൺസുകളായിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 സോൺസുകളെ നമ്മൾ ഇന്റർ കണക്ടർ റൂംസുകൾ എന്ന് പറയുന്നത്. അതായത് പരസ്പരം ബന്ധിതമായിട്ടുള്ള പ്ലേസസുകളാണ് ഇതെല്ലാം തന്നെ. അതായത് ഓരോന്നിൽ നിന്ന് ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് OT സോണിങ് അല്ലെങ്കിൽ OT സ്യൂട്ട് ഒക്കെ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, the OT suite is a potential source of hospital infection in general and wood infection in particular. The suite should be a plant with the aim of reducing the risk of hospital infection being brought into the suite. Okay, അപ്പോൾ എന്താണ് OT സ്യൂട്ടുകൾ എന്ന് പറയുന്നത്? സ്യൂട്ട് എന്തായിരിക്കും? അതായത് നിരവധി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകളെയാണ് നമ്മൾ സ്യൂട്ട് എന്ന രീതിയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് തിയേറ്റേഴ്സിനകത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അകത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്, അതായത് ഓപ്പറേഷൻ റൂംസിലെ ഇന്റർ കണക്റ്റഡ് ചെയ്തിരിക്കുന്ന റൂമുകളെയാണ് നമ്മൾ സ്യൂട്ട് എന്ന രീതിയിൽ ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കും നമ്മളിങ്ങനെ സ്യൂട്ട് ആയിട്ട് ഇതിനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? reducing risk of hospital infection being brought into the suite അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് അതായത് ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ OT സോൺസിന് ഇങ്ങനെ പല കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സ്യൂട്ടുകളായിട്ട് അതിനെങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ OT സ്യൂട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ OT സോണുമായി ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ സോണുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഓക്കെ, എന്താണെന്ന് മനസ്സിലായോ? OT സ്യൂട്ട് എന്താണെന്ന് മനസ്സിലായോ? യെസ്, അതായത് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളാണ്. അതായത് നമുക്ക് ഒരു 4 സോൺസുകൾ ഉണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് റൂം ഉണ്ടാവും, പ്രീ ഓപ്പറേഷൻ റൂം ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ടാവും, റിക്കവറി റൂം ഉണ്ടാവും. ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഒന്നിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരുപാട് ദൂരെ ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. തിയേറ്റേഴ്സിനകത്ത് അല്ല. എന്തായാലും നിർബന്ധമായിട്ട് എങ്ങനെയായിരിക്കും? ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഈ സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്ന റൂമുകൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ എങ്ങനെയായിരിക്കും? ഒരു OT സ്യൂട്ട് എന്ന് പറയുന്നത് ഒരു പ്രീ ഓപ്പറേറ്റിംഗ് റൂം ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, റിക്കവറി റൂം ഉണ്ടാവും, ഒബ്സർവേഷൻ റൂം ഉണ്ടാവും. അങ്ങനെ 4 എങ്ങനെയായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്ന സ്യൂട്ടുകളെയാണ് നമ്മൾ OT സ്യൂട്ട് എന്ന് പറയും. ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകൾ, പരസ്പര ബന്ധിതമായിട്ട് കിടക്കുന്ന ഈ റൂംസിനെയാണ് നമ്മൾ OT സ്യൂട്ട് എന്ന രീതിയിൽ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകളായിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. Flow within the OT suite should be kept apart as best as possible. Spaces in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanliness from entrance of OT suite to the operating room. Okay, first general principle പറയുന്നത് എന്താണ്? Clean from dirty traffic. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ഓരോ OTയുടെ മെയിൻ എൻട്രൻസ് ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെയിൻ എൻട്രൻസ് ഏരിയ കണ്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് മെയിൻ എൻട്രൻസ് കണ്ടിട്ടില്ല? യെസ്, അവിടെ എപ്പോഴും അനാവശ്യമായിട്ട് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടോ? നമ്മള് അനാവശ്യമായിട്ട് പേഷ്യൻസിന്റെ അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ ഓവർഫ്ലോസ് അവിടെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, നമ്മളത് നിയന്ത്രിച്ചിരിക്കും. മാത്രമല്ല നമ്മൾ എപ്പോഴും കാണാറുണ്ട് തിയേറ്റേഴ്സിന് തൊട്ട് മുൻപിലായിട്ട് ക്ലീനിങ് സ്റ്റാഫുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കുന്നവരില്ലേ? കാണാറുണ്ടോ? യെസ്, എന്തിനു വേണ്ടിയാണ് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസും തിയേറ്റേഴ്സിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ എന്താണ് ആളുകളുടെ ഫ്ലോ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ? യെസ്, അതായത് എൻട്രൻസിന്റെ ഭാഗത്തുനിന്ന്, അതായത് OT സ്യൂട്ടിന്റെ എൻട്രൻസ് ഭാഗത്തേക്ക് എന്താണ് ഓവർഫ്ലോസ് ഉണ്ട്. അതായത് ആളുകളുടെ ഓവർഫ്ലോ ഉണ്ടാവാതിരിക്കാനായിട്ട് മാക്സിമം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? നിയന്ത്രിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്താണ് അതോടൊപ്പം തന്നെ എന്താണ് ഓപ്പറേഷൻ റൂംസിന്റെ ഫ്രണ്ടിൽ എപ്പോഴും അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കംപ്ലീറ്റ് ആയി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് കംപ്ലീറ്റ് എങ്ങനെയായിരിക്കും? എപ്പോഴും വളരെ ക്ലീൻഡ് ആയിട്ടായിരിക്കും നമ്മള്, അതായത് കൃത്യമായി ഉടനടി തന്നെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ക്ലീനിങ് സ്റ്റാഫുകൾ വന്നിട്ട് നിർബന്ധമായിട്ട് എന്താണ് ഇതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പ്രവേശന കവാടം മുതൽ എൻട്രൻസ് മുതൽ അങ്ങോട്ട് ഇങ്ങനെ എന്താണ് ആൾക്കാരെ നിയന്ത്രിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിരന്തരമായിട്ട് അവിടെ എന്ത് നടക്കുന്നുണ്ട്? അവിടെ മൂവ് ചെയ്യുന്ന സ്പേസ് ഒക്കെ കൃത്യമായിട്ട് അവർ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, യെസ്, അത് എന്തിനാണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്? അവിടെ എപ്പോഴും ഒരു ജംപ് ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏജൻസ് ഒന്നും തന്നെ തിയേറ്റേഴ്സിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എൻട്രൻസ് ഏരിയ മുതൽ അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ആളുകളുടെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? Yes. Then staff who are working in the OT department should be able to move from one clean area to another without having to pass through unprotected areas. Staff who are working in the OT department should be able to move from one clean area to another without having to pass through unprotected areas. ഇവിടെ എന്താ പറയുന്നത്? തിയേറ്റേഴ്സിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാര് അല്ലെ, മൂവ് ചെയ്യേണ്ടത് ഏത് പ്ലേസസ് കൂടി മാത്രമായിരിക്കണം അവർ മൂവ് ചെയ്യേണ്ടത്?
പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം OT വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും എന്താണ്, അതായത് അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു പാസേജ് ഉണ്ടാവും. OT വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു പാസേജസ് ഉണ്ടാവും. അതിൽ കൂടി മാത്രമായിരിക്കണം എന്ത് അവർ പാസ് ചെയ്ത് പോകേണ്ടത് അല്ലെ. ഒരിക്കലും എന്താണ് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രം പോകാൻ പറയുന്നത്. ഒരിക്കലും അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി പോകുന്ന വഴി എന്താണ് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അവർക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ എന്താണ് OTയിൽ നിന്ന് അതർ ഏരിയാസിൽ പോകുന്ന OT സ്റ്റാഫുകൾ നിർബന്ധമായിട്ട് എന്താണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം പോകുന്നത്. അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു മൂവിയാണ് ഒരു പാസേജ് ഉണ്ടായിരിക്കണം. അതിൽ കൂടി മാത്രമായിരിക്കണം അവര് പോകേണ്ടത്. ഓക്കെ, then soiled materials and waste have to be eliminated from the operating rooms without passing through clean areas. Soiled materials and waste have to be eliminated. അതായത് ഇനിയിപ്പോ നമ്മള് തിയേറ്റേഴ്സിനടുത്ത് കൂടി എന്താണ് വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മലിനമായിട്ടുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും ക്ലീൻ ആയിട്ടുള്ള ഏരിയാസിൽ ക്ലീൻ ചെയ്തിരിക്കുന്ന ഏരിയാസിൽ കൂടി നമ്മൾ അത് കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മലിനമായ വസ്തുക്കൾ നീക്കം ചെയ്യാനായിട്ടൊരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ കൂടി മാത്രമായിരിക്കും എന്താണ് നമ്മള് അത് കൊണ്ടുപോകുക. ഒരിക്കലും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി മലിനമായ വസ്തുക്കൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതിനു വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാസേജ് ഉണ്ടായിരിക്കും. അതിൽ കൂടി മാത്രമായിരിക്കണം സോയിൽഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? Then OT ventilation should be free of the air movement of the rest of the hospital. Hence, the direction of airflow within the OT suite should be from cleaner to less clean areas. OT ventilation should be free of the air movement of the rest of the hospital. Hence, the direction of airflow within the OT suite should be cleaner to less clean areas. OT ventilation സൗകര്യം നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് മാത്രം ആ ഒരു വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കും അല്ലെ. അതായത് വായുവിലൂടെ എയർബോൺ കണ്ടാമിനൻസിനെ വായുവിലൂടെ പകരുന്ന രോഗകാരികളെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അകത്തേക്ക് കയറാതിരിക്കാൻ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എയർ ഫിൽറ്ററിംഗ് സംവിധാനമായിരിക്കും അതിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എയർ ഫ്ലോ എങ്ങനെയായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്? എയർ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്? ക്ലീനർ ടു ലെസ് ക്ലീനർ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് എന്ന രീതിയിലായിരിക്കണം നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, OTക്ക് മാത്രമായിട്ടൊരു വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കും. അതായത് വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾ ഒന്നും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായ എയർ ഫ്ലോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ഫ്രം ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയാസ്. എന്താണ്? ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് ആയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ എയർ ഫ്ലോസിന്റെ ഡയറക്ഷൻസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? നാലാമത്തെ പോയിന്റ്. Yes. Therefore, the whole OT suite is designed on the concept of source zones. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ OT സ്യൂട്ടുകളുടെ കണക്ഷൻ നോക്കൂ. ഈ ഒരു രീതിയിലാണ് OT സ്യൂട്ട്സുകൾ നമ്മൾ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. കേട്ടോ, ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് OT സ്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂട്ട്സുകളാണ്. ഓക്കെ, ഏതൊക്കെയാണ്? 4 സോൺസുകളായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. പ്രൊട്ടക്റ്റീവ്, ക്ലീൻ, സ്റ്റെറൈൽ ആൻഡ് ഡിസ്പോസൽ സോൺ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? OT സോൺസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾ ആണ്, ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? OT സൂട്ടിൽ ഒരിക്കലും എന്താണ് നമ്മൾ എപ്പോഴും ഹൈജീനിക് ആയിട്ട് നിലനിർത്തണം. പ്രത്യേകിച്ച് നമ്മുടെ OTയുടെ എൻട്രൻസ് മുതലുള്ള ആ ഒരു ഭാഗത്തേക്ക് എപ്പോഴും എങ്ങനെയാണ് കൃത്യമായിട്ടൊരു ക്ലീനിങ്സ് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടായിരിക്കണം ഒരു OT സ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഓക്കെ, ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നിർബന്ധമായും ഒരിക്കലും അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി പോകാനായിട്ട് പാടില്ല. അവർക്കുള്ള പ്രത്യേക പാസേജിൽ കൂടി മാത്രമായിരിക്കണം സ്റ്റാഫുകൾ മൂവ് ചെയ്യേണ്ടത്. ഓക്കെ,
ദെൻ സോയിൽ മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ മലിനമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ നീക്കം ചെയ്യുന്ന അതിൻ്റെതായിട്ടുള്ള ഒരു പാസേജ് ഉണ്ടായിരിക്കും. അതിൽ കൂടി മാത്രമായിരിക്കണം നമ്മൾ അത്തരം മെറ്റീരിയൽസ് നീക്കം ചെയ്ത് ഒരിക്കലും ക്ലീൻ ഏരിയാസിൽ കൂടി അത്തരം മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല. പിന്നെ OT വെന്റിലേഷൻസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഫ്രീ എയർ മൂവ്മെന്റ്സ് ആയിരിക്കും. അതായത് ഏത് എയർ ഫ്ലോ ഡയറക്ഷൻ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്ലീനർ ടു ലെസ് ക്ലീനർ ഏരിയാസ് എന്ന രീതിയിലായിരിക്കും നമ്മൾ OT വെന്റിലേഷൻസ് സെറ്റ് ചെയ്യുന്നത്. OT സ്യൂട്ടുകൾ നമ്മൾ 4 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്: പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തുണ്ടോ? ഇതെല്ലാം ഒന്നുകൂടി പറയണോ? യെസ്, നമുക്കറിയാം തിയേറ്റേഴ്സിനകത്ത് ഒരിക്കലും എന്താണ്, പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് മുന്നിൽ ഒരിക്കലും അധികം ആൾക്കാരുടെ നിയന്ത്രണം ഉണ്ടാവാൻ പാടില്ല, ഓവർഫ്ലോസ് ഉണ്ടാവാൻ പാടില്ല. പേഷ്യൻസിന്റെ ആണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ ഓവർഫ്ലോസ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നിർബന്ധമായിട്ടും നിയന്ത്രിച്ചിരിക്കണം. ഓക്കെ, മാത്രമല്ല OT സൂട്ട്സ് ഓരോ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലും കൃത്യമായിട്ട് എന്താണ്, അത് എൻട്രൻസ് മുതൽ ഈ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഏരിയാസിലെല്ലാം തന്നെ ശരിയായിട്ടൊരു ക്രമം നിലനിർത്തുക, ശരിയായ രീതിയിൽ ക്ലീൻനെസ് പ്രോഗ്രാംസ് നമ്മൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഇനി ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും അവർക്ക് പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം അവർ കടന്നു പോകേണ്ടത്, അല്ലെങ്കിൽ ക്ലീൻ ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം പാസ് ചെയ്ത് പോകേണ്ടത്. ഒരിക്കലും അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി OT സ്റ്റാഫുകൾ പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഒരിക്കലും എന്താണ് ക്ലീൻ ഏരിയാസിൽ കൂടി കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാസേജ് ഉണ്ടായിരിക്കും, അതിൽ കൂടി മാത്രം കൊണ്ടുപോകുക. ഇനി ഇവിടുത്തെ OT വെന്റിലേഷൻ എങ്ങനെയായിരിക്കും സെറ്റ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് വായുവിലൂടെ പകരുന്ന രോഗാണുക്കളൊന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ വെന്റിലേഷൻ സൗകര്യമായിട്ട് എയർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത് ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് എന്ന രീതിയിലായിരിക്കണം OT വെന്റിലേഷന്റെ എയർ ഫ്ലോസ് സെറ്റ് ചെയ്യേണ്ടത്, ഡയറക്ഷൻസ് സെറ്റ് ചെയ്യേണ്ടത്. ക്ലീനർ ടു ലെസ് ക്ലീനർ ഏരിയാസ് എന്ന രീതിയിൽ OT സോണുകൾ നമ്മൾ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു: പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഓക്കെ, മനസ്സിലായോടോ? നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഓരോ സോൺസിലും ഉൾപ്പെടുന്ന ഏരിയാസ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? ക്ലീൻ സോണിൽ സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ വരുന്നുണ്ട് പ്രൊട്ടക്റ്റീവ് സോണില്? റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ് എല്ലാം തന്നെ എന്തിലാണ് വരുന്നത്? പ്രൊട്ടക്റ്റീവ് ഏരിയസ് ആണ് വരുന്നത്. അതായത് പ്രൊട്ടക്റ്റീവ് സോണിനകത്താണ് ഇതെല്ലാം വരുന്നത്. ദെൻ ചേഞ്ചിങ് റൂം വരുന്നുണ്ട്, പ്രീ അനസ്തീഷ്യ റൂം. പ്രീ അനസ്തീഷ്യ റൂം എന്താണ്? പ്രീ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ എന്ത് റൂമാണ്? പ്രീ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും കേട്ടോ, ചിലത് അറിയില്ല എന്ന് പറയല്ലേ. പ്രീ അനസ്തീഷ്യ കൊടുക്കുന്ന പ്ലേസ് ആണോ? പ്രീ അനസ്തീഷ്യ റൂം എന്ന് പറയുന്ന അനസ്തീഷ്യ കൊടുക്കുന്ന പ്ലേസ് ആണോ? P4 ആണ് അല്ലെ? ഓക്കെ, കൊടുക്കുന്നതിന് മുൻപുള്ള റൂമാണ് അത്. പ്രൊട്ടക്റ്റീവ് സോണിലാണ് പ്രീ അനസ്തീഷ്യ റൂം വരുന്നത്. ഓക്കെ, ഇനി സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ, മറ്റ് സ്റ്റോർസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്താണ്? ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്. പിന്നെ ഓട്ടോക്ലേവ് TSSU. ഓട്ടോക്ലേവ് എന്താണ്? TSSU, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്.
ഓട്ടോക്ലേവ് ഓട്ടോക്ലേവ് CSSU ഏതോ TSSU എക്സ്പാൻഷൻ ചെയ്തട്ടോ. എക്സ്പാൻഷൻ ചെയ്തു. തിയേറ്റർ സ്റ്റീറൈൽ സപ്ലൈ യൂണിറ്റ്. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് നമ്മൾ ജം ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ന് ഓട്ടോക്ലേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തിയേറ്റർ സ്റ്റീറൈൽ സപ്ലൈ യൂണിറ്റിനെ ജം ഫ്രീ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, തിയേറ്റർ സ്റ്റീറൈൽ സപ്ലൈ യൂണിറ്റ് TSSU നമ്മൾ പറയും ഷോർട്ടിൽ. ഓക്കെ, അത് TSSU എവിടെയാണ് ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ ഓട്ടോക്ലേവ്സ് ഏത് ഏരിയാസിലാണ് വരുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ട്രോളി ബേസ് ഉണ്ടായിരിക്കും. അതായത് മെഡിക്കൽ ട്രോളീസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനും സർജറീസിന്റെ ഒക്കെ എല്ലാ ഉപകരണങ്ങൾക്ക് കൊണ്ടുപോകുന്നതിനുള്ള ട്രോളി ബേസസ് ഉൾപ്പെടുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. പിന്നെ ഇലക്ട്രിസിറ്റി കൺട്രോൾ ഏരിയാസും വരുന്നതും ഏതിലാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓപ്പറേഷൻ തിയേറ്റേഴ്സിനെ OT സോൺസുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സോൺ ആണ് ഏത്? പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് സോൺസിൽ ഉൾപ്പെടുന്ന ഏരിയാസുകൾ ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തൊക്കെ വരുന്നുണ്ട്? റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂംസ് വരുന്നുണ്ട്, പ്രീ അനസ്തീഷ്യ റൂംസ്, സ്റ്റോർ ആൻഡ് റെക്കോർഡ് റൂംസ്, ഓട്ടോക്ലേവ് TSSU, തിയേറ്റർ സ്റ്റീറൈൽ സപ്ലൈ യൂണിറ്റ്, ട്രോളി ബേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇത്രയും ഏരിയാസ് വരുന്നത് ഏത് സോണിലാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഇത് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ, ടേബിളാണ്. ഓക്കെ, ക്ലിയർ ആണോ പ്രൊട്ടക്റ്റീവ് സോൺ? നെക്സ്റ്റ് വൺ ക്ലീൻ സോൺ. ക്ലീൻ സോൺ. ക്ലീൻ സോണിൽ ഏതൊക്കെ വരുന്നുണ്ട്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്, റിക്കവറി റൂം വരുന്നുണ്ട്, പ്ലാസ്റ്റർ റൂം വരുന്നുണ്ട്, സ്റ്റാഫ് റൂം, എസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ. ഓക്കെ, ഇതൊക്കെയാണ് നോക്കാം. പ്രീ ഓപ്പറേറ്റിംഗ് റൂം. പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീൻ സോണിലാണ് വരുന്നത്. ഓപ്പറേഷന് തൊട്ട് മുൻപുള്ള സെഷൻ ആണ് അല്ലെ, തൊട്ട് മുൻപുള്ള സർജറിക്ക് തൊട്ട് മുൻപുള്ളതാണ് എന്താ? പ്രീ ഓപ്പറേറ്റിംഗ് റൂംസിലെ പേഷ്യൻസിനെ നമ്മൾ ഒബ്സർവേഷന് വേണ്ടി നോക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ക്ലീൻ സോണിൽ തന്നെയാണ് എന്തും വരുന്നത്? റിക്കവറി റൂം. റിക്കവറി റൂം എന്ന് പറയുമ്പോൾ എന്താണ്? ആഫ്റ്റർ ദ സർജറി അല്ലെ, ആണോ? റിക്കവറി റൂം. യെസ്. ദെൻ പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം എന്താണ്? പ്ലാസ്റ്റർ റൂം ഫ്രാക്ചേഴ്സ് ഒക്കെ ഉള്ള വരകില് അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ വേണ്ടി എന്താണ്? പ്ലാസ്റ്റർ റൂം. അങ്ങനെ എന്താണ്? ബോൺസിന്റെ ഒക്കെ സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്ലാസ്റ്റർ റൂംസിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സ്റ്റാഫ് റൂംസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്? എസ്തെറ്റിക് സ്റ്റോർ റൂം. എസ്തെറ്റിക് സ്റ്റോർ റൂം എന്താണ്? എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എസ്തെറ്റിക് സ്റ്റോർ റൂം ഒരു മിനിറ്റ് കേട്ടോ. നിങ്ങളിപ്പോ എടുത്ത പ്രൊട്ടക്റ്റീവ് സോൺ ഒന്ന് വായിച്ചു നോക്കട്ടോ.
ഓക്കെ. ക്ലീൻ സോണിൽ ഏതൊക്കെ വരുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം ആൻഡ് എസ്റ്റേറ്റ് സ്റ്റോർ. എസ്റ്റേറ്റ് സ്റ്റോർ റൂം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റീറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയാസ് ആണ് കേട്ടോ. അതായത് സ്റ്റീറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന സ്പേസ് ആണ് എന്ത്? എസ്റ്റേറ്റിക് സ്റ്റോർ റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ എന്താണ്? എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ. പിന്നെ എന്ത് റൂമും കൂടി ഉണ്ടായിരിക്കും? എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ആയിട്ടിരിക്കുന്നത്? ലൈറ്റിന്റെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ എക്സ്റേസുകൾ നശിച്ചു പോകാൻ കാരണമായേക്കാം. അതിനാൽ തന്നെയാണ് നമ്മൾ അതിനെ ഡാർക്ക് റൂം ആയിട്ട് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് എന്ത്? ഓട്ടോ പ്രൊസസർ എന്ന് പറയുന്നത്. എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ആണ് എന്ത്? ഓട്ടോ പ്രൊസസർ എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. അപ്പോ ഇതെല്ലാം തന്നെ ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? ക്ലീൻ സോണിലാണ് അല്ലെ? യെസ്. ഒന്നുകൂടി നോക്കാം. ക്ലീൻ സോണിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം വരുന്നുണ്ട്, പ്ലാസ്റ്റർ റൂം ഉണ്ട്, സ്റ്റാഫ് റൂം ഉണ്ട്, എസ്റ്റേറ്റിക് സ്റ്റോർ റൂം ഉണ്ട്. എസ്റ്റേറ്റിക് സ്റ്റോർ റൂം മനസ്സിലായല്ലോ? എസ്റ്റേറ്റിക് സ്റ്റോർ റൂം മനസ്സിലാവാത്തവരുണ്ടോ? നമ്മുടെ സ്റ്റീറൈൽ ആയിട്ടുള്ള സപ്ലൈസുകൾ, എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് എസ്റ്റേറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ദെൻ എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ. എന്താണ് എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ആയിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ലൈറ്റിന്റെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ എക്സ്റേസുകൾ നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ അത് ഡാർക്ക് റൂം ആയിട്ട് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സ്റേ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്? ഓട്ടോ പ്രൊസസർ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ക്ലീൻ സോൺസിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ക്ലിയർ ആണോ? രണ്ട് സോണും, പ്രൊട്ടക്റ്റീവ് ആൻഡ് ക്ലീൻ സോണിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്കിങ്ങനെ ഓർഡർ വൺ ഔട്ട് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അത്യാനെ കണ്ടെത്താന്ന് പറഞ്ഞാൽ ഓരോ സോണിൽ നിന്ന് ഓരോന്ന് ചോദിച്ചിട്ട് കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ടേബിൾ നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് വൺ സ്റ്റീറൈൽ അസെപ്റ്റിക് സോൺ. സ്റ്റീറൈൽ അസെപ്റ്റിക് സോണിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഓക്കെ. ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂം അപ്പൊ ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? സ്റ്റീറൈൽ അസെപ്റ്റിക് സോണിലാണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് റൂം ഉൾപ്പെടുന്ന സോൺ ഏതാണ്? പഠിക്കണം. സ്റ്റീറൈൽ അസെപ്റ്റിക് സോണിലാണ് കേട്ടോ. നോട്ട് ചെയ്യാം. യെസ്. ഇനി ഇവിടെ തന്നെയാണ് സ്ക്രബ് റൂം ഉൾപ്പെടുന്നത്. സ്ക്രബ് റൂം സ്റ്റീറൈൽ അസെപ്റ്റിക് സോണിലാണ് ഉൾപ്പെടുന്നത്. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. എന്താണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറയുന്നത്? അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം അനസ്തേഷ്യ കൊടുക്കുന്ന റൂം അല്ലെ? അനസ്തേഷ്യ എടുക്കുന്ന പ്ലേസ് ആണ്, ആ ഏരിയ ആണ് എന്ത്? അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അത് ഏത് സോണിലാണ് വരുന്നത്? സ്റ്റീറൈൽ അസെപ്റ്റിക് സോണിലാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം വരുന്നത്. ഓക്കെ. ദെൻ ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്തത് എവിടെയാണ്? സ്റ്റീറൈൽ അസെപ്റ്റിക് സോണിലാണ്. ഓക്കെ. പിന്നെ ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയാസും ഉൾപ്പെടുന്നതും സ്റ്റീറൈൽ അസെപ്റ്റിക് സോണിലാണ്. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയാസ് എല്ലാം വരുന്നതും സ്റ്റീറൈൽ അസെപ്റ്റിക് സോണിലാണ് കേട്ടോ. ഇവിടെ നോക്കാം ഏതൊക്കെയാണ്. ഓപ്പറേറ്റിംഗ് റൂം വരുന്നത് സ്റ്റീറൈൽ അസെപ്റ്റിക് സോണിലാണ്. സ്ക്രബ് റൂം ഉണ്ട്, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം ഉണ്ട്, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഓക്കെ. ഇത് ക്ലിയർ ആണോ? സ്റ്റീറൈൽ അസെപ്റ്റിക് സോൺ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വൺ ഡിസ്പോസൽ സോൺ. ഓക്കെ. ഡിസ്പോസൽ സോണിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഡേറ്റി വാഷപ്പ് റൂം, ഡിസ്പോസൽ കോറിഡോർ, ജാനിറ്റർ ക്ലോസറ്റ്. ഓക്കെ. ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡേർട്ടി വാഷപ്പ് റൂം സർജറിക്ക് ശേഷമുള്ള വാഷപ്സ് ഒക്കെ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ ഡിസ്പോസൽ സോണിലായിരിക്കും, അല്ലെങ്കിൽ ഡേർട്ടി വാഷപ്പ് റൂംസിലായിരിക്കും സർജറിക്ക് ശേഷം സർജൻസ് എല്ലാം അതൊക്കെ കൈകളൊക്കെ ശുചിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആ വാഷപ്പ് പ്രൊസീജിയേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സോണിലായിരിക്കും. പിന്നെ ഡിസ്പോസൽ കോറിഡോർ. എന്താണ് ഡിസ്പോസൽ കോറിഡോർ എന്ന് പറയുന്നത്? ഡിസ്പോസൽ കോറിഡോർ എന്ത് ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നമ്മള്? എന്തായിരിക്കും ഡിസ്പോസൽ സോൺ എന്ന് പറയുന്നത്?
സർജറിക്ക് ശേഷമുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോറിഡോർസ് ഉണ്ടായിരിക്കും. അത് ഡിസ്പോസൽ സോണിലാണ് ഉൾപ്പെടുന്നത്. സർജറിക്ക് ശേഷമുള്ള വേസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക പാസേജ് ഉണ്ടായിരിക്കും, പ്രത്യേക ഒരു ഏരിയ ഉണ്ടായിരിക്കും. കോറിഡോർ മീൻസ് ഇടനാഴി വരാന്ത എന്നൊക്കെ പറയുന്നത് പാസേജ്, അത് ഡിസ്പോസൽ സോണിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. ദെൻ ജാനിറ്റർ ക്ലോസറ്റ്. എന്താണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ക്ലീനിങ് സപ്ലൈസസ്, അതായത് തിയേറ്റേഴ്സിനകത്ത് ഉപയോഗിക്കുന്ന ക്ലീനിങ് സപ്ലൈസസ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രധാന പ്ലേസസ് ആണ് ജാനിറ്റർ ക്ലോസസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ മോപ്പിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്ന ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ബക്കറ്റ്, ഡിറ്റർജൻസുകള്, അതേപോലെ തന്നെ മറ്റ് കെമിക്കൽ സൊല്യൂഷൻസ്, ഇതെല്ലാം തന്നെ എവിടെയായിരിക്കും സൂക്ഷിക്കുന്നത്? ജാനിറ്റർ ക്ലോസറ്റ്സിലായിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി പ്രധാന സ്പേസ് ആണ് ജാനിറ്റർ ക്ലോസറ്റ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ സർജറിക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ, സർജറിക്ക് ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സും ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാഷ് ചെയ്യുന്നതും ഈ ജാനിറ്റർ ക്ലോസറ്റ്സിലെ ആ ഒരു ഏരിയാസിലായിരിക്കും നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ. ഇതെല്ലാം തന്നെ ഏതിലാണോ വരുന്നത്? ഡിസ്പോസൽ സോൺസിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. യെസ്. ഡിസ്പോസൽ സോണിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഡർട്ടി വാഷപ്പ് റൂം ഉണ്ട്, ഡിസ്പോസൽ കോറിഡോർ ആൻഡ് ജാനിറ്റർ ക്ലോസറ്റ്സ്. ഓക്കെ. അപ്പൊ OT സ്യൂട്ട്സിൽ നമ്മൾ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു: പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഓക്കെ. ഓരോന്നിന്റെ കീഴിൽ ഏതൊക്കെ വരുന്നു, ഏതൊക്കെ ഏരിയാസ് വരുന്നു എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞതിന്റെ കാര്യം, ഇതിലെ ചോദ്യം വരുന്നത് ഇതേപോലെ ഒറ്റയാനെ കണ്ടെത്തുക അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് ഇത് ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ സോണിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ആയിരിക്കും എന്ന് നമ്മളോട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ. യെസ്. ക്ലിയർ? സോൺസ് എല്ലാം ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ OTs നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. OTയിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. Thank you.